വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നൊരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തയ്യാറാക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് അല്ല, ഇത് കുറച്ച് വെറൈറ്റി രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ സാധാരണ രീതിയിലുള്ള പൈനാപ്പിൾ ജ്യൂസാണ് ഇത് സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇവിടെ നമ്മൾ കരിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ് ഇത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ഈ ഒരു അടിപൊളി പൈനാപ്പിൾ ജ്യൂസ്. അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്കായ ഈ ഒരു സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിവിടെ പൈനാപ്പിൾ വേണം. അപ്പോൾ ഞാനൊരു കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് ചെറിയ ക്യൂബായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ അത് പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പച്ചവെള്ളമൊന്നുമല്ല, നമ്മുടെ കരിക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കരിക്കാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കരിക്കും വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ആ കരിക്കിൻ്റെ തേങ്ങയും കൂടി ചേർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ തേങ്ങ വരുമ്പോൾ അധികം കട്ടിയൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ഫ്ലഷ് ആയിട്ടുള്ള തേങ്ങയായിരിക്കും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് അത്യാവശ്യം മധുരമുണ്ട്, പിന്നെ അതേപോലെ കരിക്കും വെള്ളത്തിനും മധുരമുണ്ട്, തേങ്ങയ്ക്കൊക്കെ മധുരമുണ്ട്. അപ്പം മധുരം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മധുരം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരം ചേർക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലിട്ട് അരിച്ചിട്ട് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സംഭവം കഴിഞ്ഞിട്ടില്ല, സംഭവം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവണ്ട. ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്കിതിൽ ആഡ് ചെയ്യണം, എന്നാലാണ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്, ഇത് ഓപ്ഷനിലാണ്, പക്ഷേ സ്കിപ്പ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുക. കാരണം ഇതും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി ആവശ്യത്തിലേറെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക്? ഒന്ന് പൈനാപ്പിൾ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് അല്ലേ? ഈസി അല്ലേ തയ്യാറാക്കാൻ? പിന്നെ ഞാനിതിന് പേരൊന്നും ഇട്ടിട്ടില്ല ഈ ഒരു ജ്യൂസിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നല്ലൊരു പേര് പറയണം കേട്ടോ. ഇനി പൈനാപ്പിളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കി വരുന്ന ഗസ്റ്റുകളെയും വീട്ടുകാരെയൊക്കെ ഒന്ന് ഞെട്ടിക്കിട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസാണ്, എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും ഒരു വെറൈറ്റി റെസിപ്പിയുമായി, ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.